ബ്രിട്ടനിലെ ഹീത്രൂ എയർപോർട്ടിലുണ്ടായ തീപിടുത്തം നിങ്ങൾ അറിഞ്ഞു കാണും. ഏകദേശം 1600 തരം ഫ്ലൈറ്റുകളാണ് ക്യാൻസലാക്കുകയും മുടങ്ങുകയും പല ഫ്ലൈറ്റുകളും തിരിച്ചു വിടുകയും ചെയ്തു. ചില ഫ്ലൈറ്റുകൾ ഒറിജിനിൽ നിന്ന് പറന്നിട്ട് തിരിച്ചങ്ങോട്ട് തന്നെ പറന്നു. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്ന ഏകദേശ കണക്കെന്ന് പറയുന്നത് 2,65,000 പാസഞ്ചേഴ്സാണ് വലഞ്ഞു പോയത്. കാരണം അവരുടെ ട്രിപ്പുകൾ മുടങ്ങുകയും അല്ലാതെ അത് മാറ്റുകയും പല രീതിയിലുണ്ടായി. മനസ്സിലാക്കുക, ഇത് യൂറോപ്പിലെ ഏറ്റവും കൂടിയ ട്രാഫിക്കുള്ള എയർപോർട്ടാണ് ഹീത്രൂ. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള എയർപോർട്ടിന് 10 എടുക്കുകയാണെങ്കിൽ അതിൽ 4 or 5 സ്ഥാനത്ത് വരാൻ പ്രാപ്തിയുള്ള എയർപോർട്ടാണ് ഹീത്രൂ. ഇഷ്ടംപോലെ മലയാളികളും ഇന്ത്യക്കാരും UK-യിലുള്ളത് കൊണ്ട് അത് ശരിക്കും അത് ഇന്ത്യക്കാരെ ബാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ ബ്രിട്ടനിൽ, അതായത് ഈ പവറിൻ്റെ സബ്സ്റ്റേഷനിൽ ഹീത്രൂ എയർപോർട്ടിനടുത്ത് ആ ഗ്രിഡുമായി ബന്ധപ്പെട്ട് ഫയർ ഉണ്ടായപ്പോൾ ഏകദേശം 60,000-ഓളം പേർക്കാണ് പവർ ഫെയിലിയർ ആയത്. കാരണം പവർ കിട്ടാതായത് വളരെ മണിക്കൂറോളം. അതിനുശേഷം ഇപ്പോഴും, അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും ഏകദേശം 5,000-ന് മുകളിലുള്ള പവർ ഉപയോഗിക്കുന്നവർക്ക്, വീട്ടുകാർക്ക് പവർ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നമുക്കതിൻ്റെ ചില കാര്യങ്ങളോട് എന്താണ് ബ്രിട്ടീഷ് ന്യൂസ് പേപ്പേഴ്സ് ഇതിനെപ്പറ്റി പറയുന്നത്. ടെലഗ്രാഫ് പത്രം പറയുന്നു, പൊട്ടൻഷ്യലി ഇതിനകത്ത് ഒരു ടെറർ പ്ലോട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിലാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പേരിൽ ലണ്ടനിലുള്ള ആൻറ്റി ടെററിസം സ്ക്വാഡ് ഇതിനെപ്പറ്റി അന്വേഷണം ആരംഭിച്ചു. ദ ഗാർഡിയൻ ന്യൂസ് പേപ്പറും ഇതേ ലൈനിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊക്കെ കോട്ട് ചെയ്ത് ലണ്ടൻ്റെ മേയർ സാദിഖ് ഖാൻ, അപ്പം അദ്ദേഹം ഇതിനകത്ത് ടെറർ പ്ലോട്ട് ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കുന്ന ചില ജനറൽ ആയിട്ടുള്ള ചില പോയിന്റിലോട്ട് വരാം. നിങ്ങൾക്ക് ഇന്ത്യയിൽ അറിയാം, പല എയർപോർട്ടുകളുണ്ട്. ഡൽഹി എയർപോർട്ടുണ്ട്, മുംബൈ എയർപോർട്ടുണ്ട്, ബാംഗ്ലൂരുണ്ട്. ഇവിടെയൊക്കെ നല്ലപോലെ എയർ ട്രാഫിക്കും പാസഞ്ചേഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന എയർപോർട്ടുകളാണ്. അത് നേരത്തെ ഇപ്പോൾ കഴിഞ്ഞ ഒരു 6 or 7 കൊല്ലം കൊണ്ട് ശരിക്കും നമുക്ക് ട്രാഫിക്കുണ്ട്, പാസഞ്ചേഴ്സ് ശരിക്കും ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഇന്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും. ഇപ്പം ഇതേപോലൊരു സംഭവം ഇപ്പം ഡൽഹി എയർപോർട്ടിലോ മുംബൈ എയർപോർട്ടിലോ ചെന്നൈ എയർപോർട്ടിലോ ഉണ്ടാവുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ അനുമാനത്തിൽ ഞാൻ ഈ പല ഏവിയേഷൻ എക്സ്പേർട്ടുകളുമായിട്ട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനൊരു സംഭവം ഇന്ത്യയിൽ ഏതെങ്കിലും എയർപോർട്ടിൽ ഉണ്ടാവുകയാണെങ്കിൽ ഇത്ര സമയം നീണ്ടു നിൽക്കുകയില്ല. അതിനു മുമ്പ് നമ്മളെ കൊണ്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഇന്ത്യക്കാരെ കൊണ്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കൊണ്ടും നമ്മുടെ ഫയർഫോഴ്സിനെ കൊണ്ടും, അതായത് നമ്മുടെ ഏവിയേഷൻ അതോറിറ്റിയെ കൊണ്ടും ഇതിലൊരു പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കാനും ഇത്രമാത്രം പാസഞ്ചേഴ്സിനെ വലയ്ക്കുന്ന പരിപാടി നമ്മൾ ചെയ്യുകയില്ല. കാരണം അതിനുള്ള തക്കതായ ടെക്നോളജി ആണെങ്കിലും ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും സെക്യൂരിറ്റി ആസ്പെക്ട്സും നമുക്ക് UK-യെക്കാളും നല്ലതാണ് എന്ന രീതിയിലാണ് ഞാൻ ഈ സംസാരിച്ച 10ഓളം ഈ ഏവിയേഷൻ എക്സ്പേർട്ടുകൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ എന്നോട് പറഞ്ഞത്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്, UK എന്ന് പറഞ്ഞ രാജ്യത്ത് ആ രാജ്യം താപ്പോട്ട് പോകുന്നതിൻ്റെ ലക്ഷണമാണ് കാണുന്നത്. ചിലർക്കത് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ വിശ്വസിച്ചേ മതിയായി ഹീത്രൂ എയർപോർട്ടിലുണ്ടായ സംഭവം. കാരണം ഇതിനെ പ്രോപ്പർ, ഇത് സബ്സ്റ്റേഷനാണ്, പ്രധാനമായിട്ടും ഇലക്ട്രിസിറ്റി പവർ ഗ്രിഡാണ് കൊടുക്കുന്ന സംഭവമാണ്. അപ്പം ഇതുമായിട്ട് ചെയ്ത മോണിറ്ററിങ് പ്രോപ്പർ അല്ലായിരുന്നു. ഇപ്പം അവിടുത്തെ പത്രങ്ങളും മീഡിയയും പറയുന്നു ടെറർ ആക്ടിവിറ്റീസിന് സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രിട്ടൻ എന്ന് പറയുന്ന യുണൈറ്റഡ് കിങ്ഡം അവർക്ക് കാര്യമായ പ്രശ്നം കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഓരോ സംഭവങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഈ ഹീത്രൂവിനകത്തും അതിൻ്റെ പുറത്തുമൊക്കെ ചുറ്റുമായിട്ട് ഇഷ്ടം പോലെ അവിടെ കുടിയേറിയ അറബ്സാണെങ്കിലും ബംഗ്ലാദേശികളാണെങ്കിലും പാകിസ്ഥാനികളും ഇഷ്ടം പോലെ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെ ഒരു അധിക പ്രസരണം ഈ ബ്രിട്ടനിലെ എല്ലാ എയർപോർട്ടിലും കാണാനും സാധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, അവിടെയുള്ള ഇന്ത്യക്കാർ തന്നെ പറഞ്ഞതാണ്. ഇപ്പം അങ്ങോട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും പരിപാടി അങ്ങോട്ട് നീങ്ങുന്നു എന്നറിയാൻ സാധിക്കുന്നത്.
പല പല വ്ളോഗേഴ്സും അത് പറയുന്നുണ്ട്. കാരണം അതിൻ്റെ അകത്ത് പ്രത്യേക നിസ്കാരമുറി, അത് ഇത്, അവരുടെ നോമ്പിൻ്റെ സമയത്ത് ഈ പരിപാടികളൊക്കെ ബ്രിട്ടൻ എന്ന രാജ്യത്ത് ഉണ്ടായി. അതിനെ അനുകൂലമാക്കുന്ന രീതിയിൽ അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനും പെരുമാറുന്നു. അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ മുഴുവനും തലവനായിട്ട് ഈ പറയുന്ന ആൾക്കാരാ കയറി വരുന്നത്. ഞാനതിനെ കുറ്റപ്പെടുത്തി പറയുകയല്ല. അപ്പം ഇതിനകത്തൊക്കെ ഉണ്ടാകുന്നൊരു മൂല്യച്യുതിയുണ്ട്. അപ്പം അത് ബ്രിട്ടനെ ശരിക്കും ബാധിച്ചു. അതാണ് ഞാൻ പറഞ്ഞ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പല എയർപോർട്ടിൽ ഇതേപോലെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് നമ്മുടെ എഫിഷ്യൻസിയും നമ്മുടെ കഴിവും കൊണ്ട്, കാരണം നമ്മൾ ഇന്ത്യ പെട്ടെന്ന് അതിൻ്റെ സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുന്നില്ല. അതാണ് ആ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ്. അവർക്കത് ഓവർകം ചെയ്തു പോകാൻ പറ്റുന്നില്ല. ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല മറ്റു പല ഇൻസിഡൻറ്റും ഉണ്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് പല കാര്യങ്ങളിലും ഇസ്രായേലിനെ കുറ്റം പറയുന്നു, ഹ്യൂമൻ റൈറ്റ്സിനെ കുറ്റം പറയുന്നു. പല ഡിസിഷനും അവർ അവിടെയുള്ള ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന, നിങ്ങൾക്കറിയാം ഏത് കമ്മ്യൂണിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ ആൾക്കാരെയും ഞാൻ ഒരുമിച്ചല്ല പറയുന്നത്. പക്ഷെ അതിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന മത തീവ്രത ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പല ഡിസിഷനും എടുക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ ഓരോന്നായിട്ട് നമ്മൾ ക്ലബ്ബ് ചെയ്ത് നോക്കുമ്പോൾ ഇപ്പം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ യഥാർത്ഥ ഭരണം ആരുടെ കയ്യിലാണ് ചോദ്യമാണ്. ഇപ്പം ഇത് ഞാൻ ചോദിച്ചാൽ അവിടെയുള്ള റിഫോംസ് പാർട്ടി ചോദിക്കുന്നു, മറ്റുള്ള പ്രതിപക്ഷങ്ങൾ ചോദിക്കുന്നു, അവിടെയുള്ള സീനിയർ പൊളിറ്റീഷ്യൻസ് പറയുന്നു, ഓരോന്നായിട്ട് എടുത്തെടുത്താൽ പറയും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, കഴിഞ്ഞിടയ്ക്ക് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു പ്രസംഗം. ഒരു സീനിയറായിട്ട് അവിടെ പഠിച്ച ഒരാൾ, ഒരു ജേർണലിസ്റ്റാണ്. അയാൾ കൃത്യമായിട്ട് ഓരോ പോയിന്റുകൾ വെച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയെ പറ്റിയാണ് പറയുന്നത്. അതായത് ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം വരാൻ പോകുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റത്തിൽ ആ രാജ്യം തകർന്നു പോകും. ഇത് അവിടുത്തെ ആ സ്പീച്ച് അത് വലിയ വൈറൽ സ്പീച്ചായി മാറി. എന്താണ് JD വാൻസ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞ ഇലക്ഷൻ സമയത്ത് ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ചിലപ്പോൾ ലോകത്തൊരു രാജ്യത്തിന് ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള ഒരു രാജ്യത്തെ കിട്ടും. അത് ചിലപ്പോൾ ബ്രിട്ടൻ ആയിരിക്കും, ഇസ്ലാമിക രാജ്യം. അതിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇതെല്ലാം കൂടെ നമ്മൾ ക്ലബ് ചെയ്ത് നോക്കണം. ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം എല്ലായിടത്തും ഫെയിലിയർ ആവുകയാണ്. അവരുടെ ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കാര്യത്തിലും ഡൊമസ്റ്റിക് ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡറിൻ്റെ സെക്യൂരിറ്റിയുടെ കാര്യത്തിലും. കാരണം അവിടുത്തെ ഒരു MBA കഴിഞ്ഞ് നിങ്ങൾ കണ്ടു, അയാൾ വീട്ടിലോട്ട് പോകുന്ന വഴി അയാളെ കൊല്ലുന്നു. കാരണം അയാൾ ഇതിനെപ്പറ്റി പാർലമെന്റിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ. അപ്പം പല അവിടുത്തെ പ്രകടനങ്ങൾ നോക്കുക. അതേപോലെ നിങ്ങൾ കണ്ടു കാണും ബ്രിട്ടനിലെ ഒരു എയർപോർട്ടിൽ ഒരു പർദ്ദയൊക്കെ ഉള്ള സ്ത്രീയെ അവിടുത്തെ പോലീസുകാരനെ തർക്കിച്ച് അയാളോട് അടിയും ബഹളം ഉണ്ടാക്കി പോകുന്നു. അതേപോലെ അവിടെയുള്ള സിറ്റിസണിനെ ഇവർ ആക്രമിക്കാൻ പോകുന്നു. ഇതൊക്കെ ബ്രിട്ടന് കൊടുക്കുന്നൊരു പാഠമുണ്ട്. ജർമ്മനിക്ക് കിട്ടിയൊരു പാഠമുണ്ട്, ഫ്രാൻസിന് കിട്ടിയ പാഠമുണ്ട്, ഡെൻമാർക്കിന് കിട്ടിയ പാഠമുണ്ട്. നിങ്ങൾക്കറിയാം. അതിൻ്റെ പേരിൽ അവിടെ ശക്തമായ നിയമം കൊണ്ടുവന്നു. അതായത് ബ്രിട്ടൻ്റെ കാര്യത്തിൽ ഉണ്ടാകാൻ പോകേണ്ടത് അവർ ശക്തമായ രീതിയിലുള്ള നിയമം കൊണ്ടുവന്നാൽ മാത്രമേ ബ്രിട്ടീഷ് കൾച്ചറുണ്ട്, അതായത് ഒരു സിവിലൈസ്ഡ് കൾച്ചറുണ്ട്, അതിനെ നശിപ്പിക്കാൻ തുനിയുന്ന മത തീവ്രവാദികളുണ്ട്. അവിടെ ശരിയ ലോ വേണമെന്ന് വരെയാണ് അവർ നിർബന്ധം പിടിക്കുന്നത്. ഇതിനെ തുടച്ചു മാറ്റാൻ കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ ഒരു പ്രഡിക്ഷൻ വരാൻ പോകുന്ന 10 കൊല്ലത്തിനുള്ളിൽ ബ്രിട്ടനിൽ ഇതേപോലെ ഇസ്ലാമിക് ലോ പോലും ഏർപ്പെടുത്തത്തക്ക രീതിയിലായിരിക്കും ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെ വലിയ മാറ്റം റിഫോംസ് പാർട്ടിയും മറ്റും കൊണ്ടുവരികയാണെങ്കിൽ ഉറപ്പായിട്ടും ബ്രിട്ടൻ നിലനിൽക്കും. അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം എന്നേക്കുമായിട്ട് നശിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഹീത്രൂ എയർപോർട്ടും അവിടെ നടന്ന തീപിടുത്തവും. അവർക്ക് അണയ്ക്കാൻ കഴിഞ്ഞില്ല. ഇത്രയും ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പവർ ഗ്രിഡിലും മറ്റും ഉണ്ടായിരുന്ന ഏത് കമ്മ്യൂണിറ്റിയാണ്, ആരാണ് ഇതിൻ്റെ പുറകിൽ? ഇന്നും ബ്രിട്ടനിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുന്നില്ല. ഇതിനെപ്പറ്റി ഞാൻ മാത്രമല്ല, അവിടുത്തെ പത്രങ്ങൾ വരെയാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ബ്രിട്ടൻ്റെ ഇന്നത്തെ പോക്ക് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള സോണിലോട്ടാണ്. ഇതിനെ തടഞ്ഞില്ല എങ്കിൽ ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യം ഈ ലോകത്ത് നിന്ന് ഏറ്റവും മോശപ്പെട്ട രാജ്യമായിട്ട് മാറാൻ അധികം വർഷങ്ങൾ വേണ്ടി വരില്ല. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും.
പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.